വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏറെ സന്തോഷത്തോടെ എല്ലാ ശാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് ഏവർക്കും വലിയ അഭിഷേകത്തിന്, അനുഗ്രഹത്തിന് കാരണമായി മാറട്ടെ എന്ന് പ്രത്യേകമായി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്ത ക്രിസ്തുവിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ അനേകം രാജാക്കന്മാർ, മഹാത്മാർ, പണ്ഡിതന്മാർ, പാമരന്മാർ ഒക്കെ ജീവിച്ച് മൺമറഞ്ഞ് പോയിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി യേശു ഒരു കാര്യം പ്രഖ്യാപിക്കുകയുണ്ടായി: നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക എന്ന്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ തിരുവചനത്തിലാണ് പറയുന്നത്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക. മറ്റൊരു നേതാക്കന്മാരും അവകാശപ്പെടാത്ത ഒരു കാര്യമാണ് യേശുവിടെ പ്രഖ്യാപിച്ചത്. നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക എന്ന്. യേശുവിന് മാത്രമേ സത്യത്തിൽ അത് അവകാശപ്പെടാനായിട്ടുള്ള യോഗ്യതയുള്ളൂ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ സ്വീകരിച്ച, മാമോദീസ സ്വീകരിച്ച് യേശുവിനോട് ഐക്യപ്പെട്ട, യേശുവിനോട് ഒട്ടിച്ചേർക്കപ്പെട്ട ദൈവഭവനത്തിലേക്ക് ഒരംഗമായി മാറിയ ഞാനും നിങ്ങളും നമ്മൾ പഠിക്കേണ്ടത് ക്രിസ്തുവിൽ നിന്നാണ്. യേശുവിൽ നിന്ന് നമ്മൾ ഏറെ പഠിക്കേണ്ടിയിരിക്കുന്നു. മറ്റ് ആർക്കും അവകാശപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് യേശു നമ്മളോട് പറഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ സഭയിലെ നമ്മുടെ വിശുദ്ധന്മാര്, നമ്മൾ അറിയപ്പെടുന്ന വിശുദ്ധന്മാരെല്ലാം, അവരെല്ലാം വിശുദ്ധന്മാരായത് യേശുവിൽ നിന്ന് പഠിച്ചിട്ടാ. അവരെല്ലാം യേശുവിനെ കണ്ട് ഓടിയവരാ, യേശുവിനോട് ചേർന്നിരുന്നവരാ. യേശുവിൽ നിന്നാണ് എല്ലാം അവർ ആർജിച്ചെടുത്തത്. അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ, മൂലക്കല്ല് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലാണ് എല്ലാ അപ്പസ്തോലന്മാരും വിശുദ്ധന്മാരും എല്ലാം പണിയപ്പെട്ടത് തന്നെ. നമ്മൾ നോക്കേണ്ടത്, കാണേണ്ടത്, ആശ്രയിക്കേണ്ടത് യേശുവിലാണ്. നമ്മുടെ ചിന്തകൾ യേശുവായിരിക്കണം. യേശുവിൻ്റെ അഭിപ്രായമായിരിക്കണം നമ്മുടെ അഭിപ്രായം. യേശുവിൻ്റെ കാഴ്ചപ്പാടായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാടുകൾ. യേശുവിൻ്റെ വഴികളായിരിക്കണം നമ്മുടെ വഴികൾ. നമുക്ക് ഒരു റോൾ മോഡൽ ഉള്ളത് എന്ന് പറയുന്നത് യേശു മാത്രമാണ്. യേശുവിന് ഒപ്പം വെക്കാൻ, യേശുവിന് പകരം വെക്കാൻ മറ്റ് ആരുമില്ല. മറ്റാരെങ്കിലും ഉള്ളത് നമ്മൾ ബഹുമാനിക്കുന്ന, വണക്കം കൊടുക്കുന്ന എല്ലാ വ്യക്തികളും യേശുവിൽ നിന്ന് കൃപ പ്രാപിച്ചവരാ. യേശുവിനെ കണ്ട്
ഓടിയവരവരല്ല. അപ്പോൾ നാമും അവനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. അവനെ മുന്നിൽ കണ്ടുകൊണ്ട് അവനിൽ നിന്ന് വേണം നാം എല്ലാം പഠിക്കാൻ. അവൻ നല്ല ഒരു ഗുരുവാണ്, നല്ല ഒരു എൽഡറാണ്. യേശുവിൻ്റെ പാദാന്തികത്തിൽ അവൻ്റെ കാൽച്ചുവട്ടിൽ ഇരുന്ന മറിയം ഇരുന്ന് യേശുവിൻ്റെ വായിലേക്ക് അല്ലെങ്കിൽ ചുണ്ടിലേക്ക് മുഖത്തോട്ട് നോക്കി യേശു പറഞ്ഞ എല്ലാ സുവിശേഷ സത്യങ്ങളും ഈ മറിയം കേട്ടു. ഈ മറിയത്തെ പോലെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇന്നും യേശുവിൻ്റെ കാൽച്ചുവട്ടിൽ നമ്മൾ വരണം. എന്ന് പറഞ്ഞാൽ അവൻ്റെ സുവിശേഷം തുറന്ന്, ദൈവവചനം തുറന്ന്, യേശു ഇന്ന് സുവിശേഷങ്ങളിലൂടെ എന്നോട് സംസാരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവനിൽ നിന്ന് നാം ഏറെ നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തെ ഒരു വിശുദ്ധി നിറഞ്ഞ ജീവിതമാക്കി, പാപരഹിതമായ ഒരു ജീവിതമാക്കി നമ്മളെ മാറ്റുന്നത് യേശുവിൻ്റെ ജീവിത ശൈലിയാണ്, യേശുവിൻ്റെ സുവിശേഷമാണ്. കൊളോസ്യർക്കാർക്ക് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: കർത്താവായ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അപ്പോൾ നമ്മൾ ജീവിക്കേണ്ട, നമുക്കൊരു ആത്മീയ ജീവിതമുണ്ട്. ഈ ആത്മീയ ജീവിതം യേശുവിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, യേശുവിനോടൊപ്പമാണ് നമ്മൾ ജീവിക്കേണ്ടത്. തായ്തടിയായ യേശുവിനോട് ഒട്ടിച്ചേർന്നെങ്കിൽ മാത്രമേ യേശുവിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. യേശുവിൽ ആയിരിക്കുക. യേശുവിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ യേശുവിൻ്റെ അഭിപ്രായങ്ങളോട്, ആശയങ്ങളോട്, യേശുവിൻ്റെ ഇഷ്ടങ്ങളോട്, യേശുവിൻ്റെ സുവിശേഷത്തോട് പൂർണ്ണമായും നമ്മൾ എഗ്രി ചെയ്തെങ്കിൽ മാത്രമേ, അത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ അവനിൽ വസിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വീണ്ടും തിരുവചനം പറയുന്നു: അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിയപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ട് വളരുക. അവനിൽ വേരുറപ്പിക്കപ്പെടുക, പണിയപ്പെടുക. പ്രിയമുള്ളവരെ, യേശുവിൽ നമ്മൾ വേരുറപ്പിക്കപ്പെടണം. നമ്മുടെ വേര് ലോകത്തിലാകരുത്, കൂട്ടുകാരിലാകരുത്, ഭൗതികതയിലോ സമ്പത്തിലോ ആകരുത്, ലോകത്തിൻ്റെ അഭിപ്രായങ്ങളിലാകരുത്, ലോകത്തിൻ്റെ സിസ്റ്റങ്ങളിലാകരുത്, ലോകത്തിൻ്റെ കൾച്ചറുകളിലേക്ക്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ സ്ട്രക്ചറുകളിലേക്ക് നമ്മുടെ വേര് ഉറപ്പിക്കപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്, എങ്കിലും നമ്മുടെ വേരെപ്പോഴും ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിലേക്ക് വേര് ഇറക്കിയാൽ മാത്രമേ ക്രിസ്തുവിൽ നിന്ന് നമുക്കാവശ്യമുള്ള ആത്മീയമായ എല്ലാ പോഷകങ്ങളും വലിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വേരുറപ്പിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി നമ്മൾ മാറ്റപ്പെടും. നമ്മുടെ വേര് ക്രിസ്തുവിലേക്കാണ് ആഴ്ന്നിറങ്ങുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ വളരുന്ന ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ യേശു എന്ന ആ വ്യക്തിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഇറക്കണം. നമ്മൾ ഹല്ലേലൂയ. ഇത് പലർക്കും
യേശുവിനേക്കാൾ കൂടുതൽ യേശുവിനെ ഒരു സൈഡിൽ മാറ്റി വെക്കും. പിന്നെ അന്തോണീസ് പുണ്യാളനാണ് ദൈവം. ചിലയിടത്ത് ഗീർവർഗീസാണ് ദൈവം, ചിലയിടത്ത് യൂദാ തദ്ദീസാ ദൈവം, ചിലർക്ക് മാതാവ് ദൈവമാണ്. അങ്ങനെ യേശു ഒഴിച്ചുള്ള മറ്റു പലരെയും ദൈവമായിട്ട് കാണുകയും ദൈവതുല്യമായിട്ട് കാണുകയും അവരോട് പ്രാർത്ഥിച്ചാൽ കുറച്ചും കൂടെ പ്രയോജനമുണ്ട്, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാം എന്നുള്ള മനോഭാവത്തിൽ ജീവിക്കുന്ന പല ക്രൈസ്തവരുമുണ്ട്. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ വലിയ പ്രയോജനമില്ല. അവർക്ക് യേശുവിനേക്കാൾ താല്പര്യം വിശുദ്ധന്മാരോടാണ്. അതുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളോടും നൊവേനകളോടും മറ്റ് അനുഷ്ഠാന രീതികളോടും വലിയ താല്പര്യമാണ്. അവർ ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെടുന്നില്ല. ബൈബിൾ മുഴുവൻ പറയുന്നത് യേശു ക്രിസ്തുവിലേക്ക് വേരുറപ്പിക്കപ്പെടുക, അവനിൽ പണിയപ്പെടുക, അവനെ കണ്ട് നമ്മൾ ഓടുക. 2 കൊരിന്തോസ് 10:5 അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്തകളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന്, അതിന് വിരുദ്ധമായി വരുന്ന എല്ലാ ചിന്തകളെയും ഞങ്ങൾ തകർത്ത് കളയുന്നു. അപ്പോൾ പൗലോസ്ലീഹ വളരെ വ്യക്തമായി പറയുകയാണ്, നമ്മൾ യേശുവിനെ അനുകരിക്കുന്നവരായി മാറണം. എങ്ങനെയാണ് യേശുവിനെ അനുകരിക്കുന്നത്? മുടി നീട്ടി വളർത്തി, താടിയും നീട്ടി, കാവി വസ്ത്രം ധരിച്ച് നടക്കുന്നതിലൂടെയാണോ? അല്ല. ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളതാണ്. വലിയ കുരിശും ചുവന്ന് മലയാറ്റൂർ മല കയറുന്നത് അല്ല. 40 ദിവസം ഉപവാസം എടുക്കുന്നതോ, ഊട്ടുനേർച്ചയ്ക്ക് പോകുന്നതോ, എണ്ണയൊഴിക്കാൻ പോകുന്നതോ, ഇതുവഴിയൊന്നും അല്ല യേശുവിനെ നമ്മൾ അനുകരിക്കുന്നത്. അപ്പൊ യേശുവിനെ അനുകരിക്കുന്നത് അവൻ്റെ വചനമനുസരിക്കുന്നതിലൂടെ മാത്രമാണ്. വചനമനുസരിക്കാതെ യേശുവിനെ അനുകരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പൊ യേശുവിനെ അനുകരിക്കുന്നതിന് വേണ്ടി അതിന് എതിരായുള്ള എല്ലാ വാദമുഖങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും ഞാൻ തകർത്ത് കളയുന്നു എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ പൗലോസ്ലീഹ പറഞ്ഞെങ്കിൽ ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും അവനിൽ വേരുറപ്പിക്കപ്പെട്ട് വളരേണ്ട നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ വളരുന്നതിന്, അവനെ അനുകരിക്കുന്നതിന് തടസ്സമായ എല്ലാ പ്രതിബന്ധങ്ങളെയും നമ്മൾ വെട്ടിമാറ്റേണ്ടത് ആവശ്യമാണ്. യേശുവിൽ വളരാൻ ചില സ്നേഹിതർ നമുക്ക് തടസ്സമാണെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ മാറ്റണം. അവരോട് പിണങ്ങണമെന്നല്ല പറയുന്നത്. വഴിയെ കണ്ടാൽ ഒരു ഹായ് പറയുക, ചിരിച്ചു കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷേ അങ്ങനെയുള്ളവരുമായിട്ടുള്ള സഹവാസം, എപ്പോഴും കൂടെ ഇരിക്കുന്ന, സഹവസിക്കുന്ന സഹവാസവും കൂട്ടുകെട്ടുകളും നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. ക്രിസ്തുവിനെ അനുകരിക്കുന്നതിനോ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ആശയങ്ങൾ കാണും. ചില ആശയങ്ങൾ, യുക്തിവാദ ചിന്തകൾ. എന്തിനാ പള്ളിയിൽ പോകുന്നത്? എന്തിനാ ധ്യാനത്തിന് പോകുന്നത്? മനുഷ്യൻ നന്നായാൽ പോരെ?
മതം മനുഷ്യനെ അടിമയാക്കുന്നു. അതുകൊണ്ട് നമുക്ക് മതം വേണ്ട, ഭക്തി വേണ്ട. ഇങ്ങനെയുള്ള ചിന്തകളും ആശയങ്ങളും ഇന്ന് ചെറുപ്പക്കാരിൽ വർദ്ധിച്ചു വരികയാണ്. ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണിത്. നമുക്ക് കുറെ അനുഷ്ഠാനങ്ങളിൽ ജീവിക്കുന്ന, ഭക്ത അഭ്യാസങ്ങളിൽ ജീവിക്കുന്ന ഒരു വലിയ സമൂഹമല്ല നമുക്ക് വേണ്ടിയത്. പള്ളി നിറച്ചു ആളും ആളുമായിരിക്കാം, പള്ളി നിറച്ചു ആളുണ്ട്, പക്ഷേ ആ ആൾക്കാരുടെ അകത്ത് ക്രിസ്തു എത്രമാത്രം ഉണ്ട്? യേശു ഇല്ലാത്ത ഭക്തജനം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഭക്തജനങ്ങളെ അല്ല ദൈവത്തിന് ആവശ്യം, വിശ്വാസികളെയാണ് ആവശ്യം. ഇന്ന് അനേകം ഭക്തജനമുണ്ട്. ഭക്തജന പ്രവാഹം എന്നാണ് പറയുന്നത്. പെരുന്നാളിന് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അതിൽ നമ്മൾ അഭിമാനിക്കാറുണ്ട്, മേനി നടിക്കാറുണ്ട്. അങ്ങനെ വലിയൊരു കൂട്ടം ജനങ്ങളെ കണ്ടൊന്നും സംതൃപ്തനാകുന്ന, സന്തോഷിക്കുന്ന ദൈവമല്ല നമ്മുടേത്. ദൈവത്തിന് ആവശ്യം വിശ്വാസികളെയാണ്, യഥാർത്ഥ ക്രൈസ്തവരെയാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന, അനുകരിക്കുന്ന, ക്രിസ്തുവിൻ്റെ വചനങ്ങളെ അനുസരിക്കുന്ന, അങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു പറ്റം വിശ്വാസികളെ, അങ്ങനെ ഒരു സഭയെയാണ് കർത്താവിന് ആവശ്യം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഓടുവാൻ. നമ്മുടെ ക്രൈസ്തവ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം അവനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. കാരണം നമ്മൾ അവനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതാ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്രിസ്ത്യാനിയായത്, ക്രിസ്തുവിൻ്റെ നാമം നമ്മൾ വഹിക്കുക. ഇപ്പോ എൻ്റെ പേര് തോമസ് കുര്യൻ എന്നാണ്. തോമസ് എന്നുള്ളത് എൻ്റെ പേരും കുര്യൻ എന്നുള്ളത് അപ്പൻ്റെ പേരുമാണ്. എൻ്റെ പേരിനോടൊപ്പം എൻ്റെ അപ്പൻ്റെ പേര് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ അപ്പൻ്റെ പേര്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഭർത്താവിൻ്റെ പേര് നിങ്ങളുടെ പേരിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേരിനോടൊപ്പം ആരുടെ പേരാണോ കൂട്ടിച്ചേർക്കപ്പെട്ടത്, ആ പേരിന് ചേർന്ന ജീവിതം വേണം നമ്മൾ നയിക്കാൻ. വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ആ ഭാര്യയുടെ പേരിനോടൊപ്പം ഭർത്താവിൻ്റെ പേര് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വിവാഹം കഴിച്ച അന്ന് മുതൽ ഭർത്താവിന് വേണ്ടി, ഭർത്താവിനോടൊപ്പം ഭർത്താവിനെ ശിരസാക്കി മാറ്റി ജീവിക്കേണ്ടവളാണ് അവള്. അപ്പോൾ മാമോദീസായിലൂടെ ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തു എന്ന നാമത്തെ അവൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് ആ വ്യക്തി സ്വീകരിക്കുക ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ലക്ഷ്യം യേശുവായിരിക്കണം, നമ്മുടെ മാർഗം യേശുവായിരിക്കണം. നമ്മളെ പ്രചോദിപ്പിക്കേണ്ട ശക്തിയും യേശുവാണ്. വേറെ ആരെയും കണ്ടുകൊണ്ട് ഓടരുത്. മനസ്സിലായോ? കാരണം യേശുവാണ് നിനക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചത്. അവസാന തുള്ളി രക്തവും ഊറ്റി തന്നത് യേശുവാ. നിന്റെ പാപത്തിന് പരിഹാരമായിട്ട് മരിച്ചത് യേശുവാ. നിനക്ക് നിത്യജീവൻ തരുന്നത് യേശുവാ. ദൈവഭവനത്തിലേക്ക് ക്രിസ്തു മുഖാന്തരമാണ് നമ്മൾ യോഗ്യരായി മാറ്റപ്പെട്ടവർ. ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓരോ വ്യക്തികളും ഓടാൻ, മുന്നോട്ട് പോകാനായിട്ട്. വേറെ ഒന്നും നമ്മുടെ ലക്ഷ്യമായിരിക്കരുത്. വേറെ ആരും നമ്മുടെ ലക്ഷ്യമായിരിക്കരുത്. ഭൗതികമായ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിത ലക്ഷ്യമോ ഒന്നും ആകാനായിട്ട് പാടില്ല.
ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് തിരുവചനം പറയുന്നത്? ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഓടിയാൽ നമ്മൾ തളർന്നു പോകുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉണ്ടാകും. അരക്ഷിതാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. നമുക്കെപ്പോഴും സമാധാനം, ഒരു പീസ് മൈൻഡ് നമുക്ക് കിട്ടും. ആനന്ദം, സ്വർഗീയമായ ആനന്ദം നമുക്ക് കിട്ടും. ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ ഉണ്ടാകുകയില്ല. ദൈവം എല്ലാം നടത്തുന്ന ആ വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കണമേ. നീ ഇവരുടെ ജീവിതത്തിൽ രാജാവായി, കർത്താവായി മാറണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നെ യഥാർത്ഥമായി അനുഭവിച്ചറിയാൻ, രുചിച്ചറിയുവാൻ നീ ഇവർക്ക് ഇടവരുത്തണമേ. അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. കർത്താവേ, യുക്തിയിലുള്ള യുക്തിസഹജമായ ചിന്തകൾ, ബുദ്ധിപരമായ എല്ലാ കാര്യങ്ങളെയും കാണുന്ന സ്വഭാവം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിലും എപ്പോഴും വിശ്വാസത്തിൻ്റെ കണ്ണാൽ കാണുവാനും, വിശ്വാസത്തിൻ്റെ കണ്ണാൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനും ദൈവാശ്രയ ബോധത്തിൽ ഇവരെ നയിക്കണമേ. അവിടെയും ഇവിടെയും മറ്റുള്ളവരിലേക്ക് നോക്കാതെ ക്രിസ്തു ഫോക്കസ് ചെയ്തുകൊണ്ട് കർത്താവ് ജീവിതം മുന്നോട്ട് പോകാൻ, യേശുവിൽ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ. കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ആത്മാവിന്റെ വലിയൊരു അഭിഷേകം മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം, അഭിഷേകം, അഭിഷേകം എല്ലാ മക്കളുടെ മേൽ നിറയട്ടെ. വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. വചനത്തിന്റെ അഗ്നി നിറയട്ടെ. വചനാഭിഷേകം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ വ്യക്തികൾക്കെല്ലാം വേണ്ടി മധ്യമായി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.